Hi students, welcome to the online session of Merimada Arts and Science College. Today's topic is personality and personality development. Personality is a common term. സാധാരണയായി നമ്മൾ ഉപയോഗിക്കാറുള്ള ഒരു വാക്കാണ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ. പേഴ്സണാലിറ്റി എന്നാൽ വ്യക്തിത്വം, അതാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ വ്യക്തിത്വ വികാസം. അപ്പോൾ ഈ പേഴ്സണാലിറ്റിക്ക് ഒരുപാട് ഡെഫിനിഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഈ പേഴ്സണാലിറ്റി എന്നുള്ള വേർഡ് ഒറിജിനേറ്റ് ചെയ്തത് ഒരു ലാറ്റിൻ വേർഡായ പെർസോണ എന്നുള്ള വേർഡിൽ നിന്നാണ്. പെർസോണ എന്ന് പറഞ്ഞാൽ എ മാസ്ക് അല്ലെങ്കിൽ കവചം എന്നൊക്കെയുള്ള ഒരു വേർഡാണ് പെർസോണ, മുഖംമൂടി. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടാലിറ്റി ഓഫ് ദാറ്റ് പേഴ്സൺ, ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതയുടെ ആകെത്തുകയാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ്സ് എ ലാറ്റിൻ വേർഡ് പെർസോണ വിച്ച് മീൻസ് എ മാസ്ക്. അതുപോലെ തന്നെ പേഴ്സണാലിറ്റിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സോഷ്യൽ അട്രാക്റ്റീവ്നെസ് എന്നുള്ളതാണ്. പേഴ്സണാലിറ്റി ഈസ് ദ ഡിസ്റ്റിങ്യൂഷബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പേഴ്സൺ, അല്ലെങ്കിൽ ഡിസ്റ്റിങ്യൂഷബിൾ ട്രൈറ്റ്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. വ്യക്തി സ്വഭാവ സവിശേഷതകളാണ്, ഓരോ വ്യക്തികളുടെയും സ്വഭാവ സവിശേഷതകളെയാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു ഗെറ്റ് അലോങ്, അതും പേഴ്സണാലിറ്റിയെ ഡിഫൈൻ ചെയ്യുന്ന മറ്റൊരു വേർഡാണ്. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വാലിറ്റിയാണ്, ഓരോ വ്യക്തികളുടെയും പ്രത്യേകതകൾ, വ്യക്തികളുടെ സ്വഭാവ സവിശേഷതകൾ. സോ ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഡെഫിനിഷൻസ്, അല്ലെ പേഴ്സണാലിറ്റിയുടെ മീനിങ്സ്. സോ വാട്ട് ഈസ് എ പേഴ്സണാലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ we can say that personality is the sum total of all physical, mental and emotional attitudes, values, interests and motivational factors. അപ്പോൾ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ആകെത്തുകയാണ്. എന്തിൻ്റെയൊക്കെയാണ്? ഫിസിക്കൽ, ഭൗതികമായിട്ടുള്ളതും മെന്റൽ ആയിട്ടുള്ളതും മാനസികമായിട്ടുള്ളതും ഇമോഷണൽ ആറ്റിറ്റ്യൂഡ്സ് വൈകാരികമായിട്ടുള്ളതുമായ ഒരു വ്യക്തിയുടെ മനോഭാവങ്ങളും, അതുപോലെ തന്നെ വാല്യൂസ് മൂല്യങ്ങളും, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് താല്പര്യം, അതുപോലെ മോട്ടിവേഷണൽ ഫാക്ടേഴ്സ്, ഇതിൻ്റെയൊക്കെ ഒരു ആകെത്തുകയാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് വിളിക്കുന്നത്. അതുപോലെ പേഴ്സണാലിറ്റി ഈസ് എ കോർ പൊട്ടൻഷ്യൽ ദാറ്റ് ഡിറ്റർമൈൻസ് വൺസ് സക്സസ് ഇൻ ലൈഫ് ആൻഡ് കരിയർ. ഒരു വ്യക്തിയുടെ ജീവിതത്തിലും അയാളുടെ ഔദ്യോഗിക ജീവിതത്തിലും വിജയം നിശ്ചയിക്കുന്ന ഒരു കാതലായിട്ടുള്ള ഒരു ഘടകത്തിനെയാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. സോ അനദർ ഡെഫിനിഷൻ ഈസ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് is actually the development from the organized pattern of attitudes and behaviors which makes an individual distinctive. ഇപ്പോൾ പേഴ്സണാലിറ്റിയെ കുറിച്ച് നമ്മൾ പഠിച്ചു. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഒരു വ്യക്തിയുടെ ബിഹേവിയർ, സ്വഭാവവും അതുപോലെ തന്നെ മനോഭാവവും, അതൊക്കെ ഒരു ഓർഗനൈസ്ഡ് പാറ്റേണിലായിട്ടുള്ള വളരെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു വികസനത്തിനെയാണ് നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്വഭാവ സവിശേഷതകൾ അയാളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു. അതാണ് ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി. അപ്പോൾ എന്താണ് പേഴ്സണാലിറ്റി എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന പ്രത്യേകമായിട്ടുള്ള ഓർഗനൈസ്ഡ് പാറ്റേൺ ഓഫ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയർ which makes an individual distinctive. ഒരു വ്യക്തിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഈ ഒരു തരത്തിലുള്ള ഓർഗനൈസ്ഡ് പാറ്റേൺ ഓഫ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയറൽ ഡെവലപ്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ, അല്ലെ ഒരു ബിസിനസ്സിൽ മാനേജേഴ്സിന്റെ പേഴ്സണാലിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് ഏറെ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് ബിസിനസ് സ്റ്റഡീസിൽ പേഴ്സണാലിറ്റി ഓഫ് ദ മാനേജർ, അല്ലെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഓഫ് ബിസിനസ് പീപ്പിൾ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ
അപ്പോൾ നമ്മൾ അതിന്റെ ഡെഫിനിഷൻ പഠിച്ചു. സം ടോട്ടൽ ഓഫ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ ക്വാളിറ്റീസ് ഇൻ ആൻ ഇന്റഗ്രേറ്റഡ് മാനർ. പല ഘടകങ്ങൾ ചേർന്ന് ഫിസിക്കലും മെന്റലും സോഷ്യലുമായിട്ടുള്ള ക്വാളിറ്റീസിനെ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇതെന്താണ് ഇതിന്റെ ഡെവലപ്മെന്റ്? ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ 1-2 ദിവസമോ അല്ലെ വർഷങ്ങൾ കൊണ്ടോ ഉണ്ടാവുന്നതല്ല. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ചൈൽഡ് ആയിരിക്കുമ്പോൾ, ഒരു കുട്ടിയായിരിക്കുമ്പോൾ മുതൽ ആ ഓരോ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഓരോ വർഷങ്ങളിലും അല്ലെ ആ വളർച്ച അവസാനിക്കുക, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഒരിക്കലും കംപ്ലീറ്റ് ആവുന്നില്ല. ആ ഓരോ അവസരത്തിലും ഓരോ വർഷവും ഓരോ ദിവസവും പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത് ബൈ ലേണിങ്ങിലൂടെയാണ്. അതിൽ അറിവിലൂടെ അല്ലെ നേടിയെടുക്കുന്ന വിവരങ്ങളിലൂടെ. അപ്പൊ അതാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രധാനമായിട്ടുള്ള ഒരു ഫാക്ടർ. ആഫ്റ്റർ ബർത്ത് ദ ചൈൽഡ് ഡെവലപ്സ് ആൻഡ് ലേൺസ്. ദിസ് പ്രോസസ് ഈസ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ ലൈഫ്. ഇപ്പൊ ജീവിതത്തിൽ ഉടനീളം ഈ ഒരു പ്രോസസ് നടന്നുകൊണ്ടേയിരിക്കും. ഏത് പ്രോസസ്? പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നുള്ള ഒരു പ്രോസസ്. സോ ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. So the personality is the sum total of thoughts, emotions and behavior of a person. ഒരു വ്യക്തിയുടെ ചിന്തകൾ, തോട്ട്സ്, ഇമോഷൻസ്, വികാരങ്ങൾ, ബിഹേവിയർ, ക്യാരക്ടർ അല്ലെ സ്വഭാവ സവിശേഷതകൾ, ഇതെല്ലാം കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് മേ മീൻ ഡിഫറെന്റ് തിങ്സ് ടു ഡിഫറെന്റ് പീപ്പിൾ. ഓരോ വ്യക്തികളെയും സംബന്ധിച്ചിടത്തോളം അത് വ്യത്യസ്തമായിരിക്കും. ഓരോ ആൾക്കാർക്കും അതിന് വ്യത്യസ്തമായിട്ടുള്ള അർത്ഥമായിരിക്കും. സോ ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ജനറൽ സം ഓഫ് ട്രൈറ്റ്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. ജനറൽ ആയിട്ടുള്ള സം ഓഫ് ട്രൈറ്റ്സ്, സ്വഭാവ സവിശേഷതകളുടെയും ക്വാളിറ്റികളുടെയും ആകത്തുകയാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത നമുക്ക് ഫ്ലോയിഡ് എൽ റുച്ച് എന്ന് പറയുന്ന വ്യക്തി പേഴ്സണാലിറ്റി എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു എന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ച് പേഴ്സണാലിറ്റിയിൽ ഈ 3 പോയിന്റ്സ് ആണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അതായത് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി ഷുഡ് ഇൻക്ലൂഡ്, എന്തൊക്കെ അടങ്ങിയിരിക്കണം പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, എക്സ്റ്റേണൽ അപ്പിയറൻസ് ആൻഡ് ബിഹേവിയർ ഓഫ് സോഷ്യൽ സ്റ്റിമുലസ് വാല്യൂ. എക്സ്റ്റേണൽ ആയിട്ടുള്ള അപ്പിയറൻസ്, പുറമേയുള്ള ഒരു അപ്പിയറൻസ്, ആൻഡ് ബിഹേവിയർ, അപ്പിയറൻസ് മാത്രമല്ല സ്വഭാവം, നമ്മൾ പ്രകടിപ്പിക്കുന്ന സ്വഭാവം, ഓഫ് സോഷ്യൽ സ്റ്റിമുലസ് വാല്യൂ. അതായത് ഒരു വ്യക്തിയുടെ സോഷ്യൽ ട്രാൻസാക്ഷൻ, കമ്മ്യൂണിക്കേഷൻ, interaction with other people, interaction with society, interaction with friends, family. സോ ഇങ്ങനെയുള്ള എല്ലാ സ്വഭാവ സവിശേഷതകളും നമ്മൾ പുറമെ പ്രകടിപ്പിക്കുന്ന എക്സ്റ്റേണൽ അപ്പിയറൻസും എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ പ്രകടിപ്പിക്കുന്ന ബിഹേവിയർ, ഇതെല്ലാം നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന കാര്യത്തിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സെക്കൻഡ് തിങ്, ഇന്നർ അവയർനെസ്, നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ബോധം, അവബോധം, ആൻഡ് സെൽഫ് ആൻഡ് പെർമനന്റ് ഓർഗനൈസിംഗ് ഫോഴ്സ്. നമ്മളെക്കുറിച്ചുള്ള നമുക്കുള്ള അവബോധവും ഈ ഒരു അവബോധം ഈ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഒരു ഓർഗനൈസിംഗ് ഫോഴ്സ് ആയിട്ട് നിലകൊള്ളുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇനി മൂന്നാമത്തെ കാര്യം നോക്കാം. ദ പർട്ടിക്കുലർ പാറ്റേൺ ഓഫ് ഓർഗനൈസേഷൻ ഓഫ് മെഷറബിൾ ട്രൈറ്റ്സ് ബോത്ത് ഇന്നർ ആൻഡ് ഔട്ടർ. ട്രൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഡിസ്റ്റിങ്വിഷബിൾ ക്യാരക്ടേഴ്സ്, ഒരു വ്യക്തിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന സവിശേഷതകളാണ്. അപ്പോൾ പർട്ടിക്കുലർ പാറ്റേൺ ഓഫ് ഓർഗനൈസേഷൻ ഓഫ് മെഷറബിൾ ട്രൈറ്റ്സ്, നമുക്ക് മെഷറബിൾ ആയിട്ടുള്ള, നമുക്ക് കാണാനും അളക്കാനും കഴിയുന്ന സ്വഭാവ സവിശേഷതകൾ, അതിൻ്റെ ഒരു പാറ്റേൺ, അത് ബോത്ത് ഇന്നർ ആൻഡ് ഔട്ടർ, ഉള്ളിലുള്ളതും നമ്മൾ പുറമെ പ്രകടിപ്പിക്കുന്നതുമായ സ്വഭാവ സവിശേഷതകളുടെ പ്രകടമാകുന്ന ഭാവം, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് പേഴ്സണാലിറ്റി എന്നുള്ള ടേം ഫോം ചെയ്തിരിക്കുന്നത്. അല്ലെ, ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി ഷുഡ് ഇൻക്ലൂഡ് ദ ഫോളോയിങ് 3 പോയിന്റ്സ്. ഇപ്പൊ താഴെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഡെഫിനേഷനും ഇതിനോട് വളരെ സാമീപ്യമുള്ളതാണ്. പേഴ്സണാലിറ്റി ഇസ് ദ പാറ്റേൺ ഓഫ് ക്യാരക്ടറിസ്റ്റിക് തോട്ട്സ്, ഫീലിംഗ്സ്, ചിന്തകള്, വിചാരങ്ങള്, ആൻഡ് ബിഹേവിയർ
that distinguishes one person from another. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയെ വ്യത്യസ്തനാക്കുന്നു. That persists over time. It is some biological based and learned behavior. അപ്പോൾ നമുക്ക് ജന്മന നമുക്ക് കിട്ടിയ ബയോളജിക്കൽ ആയിട്ടുള്ള സ്വഭാവവും അതുപോലെ നമ്മൾ പുറമേ നിന്ന് കണ്ടു പഠിച്ച സ്വഭാവവും അല്ലെ ലേൺ ചെയ്ത സ്വഭാവവും ഇത് രണ്ടും കൂടെ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ ഉണ്ടാക്കുന്ന സവിശേഷതകൾ അല്ലെങ്കിൽ പുറമേ നിന്നുള്ള ഒരു എൻവയോൺമെന്റൽ സ്റ്റിമുലി പുറത്തുനിന്നുണ്ടാകുന്ന ഒരു പ്രവർത്തനത്തിന് നമ്മൾ എങ്ങനെ പ്രതിപ്രവർത്തനം നടത്തുന്നു, ആക്ഷൻ റിയാക്ഷൻ എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഒരു പുറമേ നിന്ന് നമ്മളെ സ്വാധീനിക്കുന്ന ഒരു സ്റ്റിമുലി, ഒരു ഇൻപുട്ട്, സോ അതിനോട് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതയുടെ പ്രത്യേകതയായിട്ട് നമുക്ക് കണക്കാക്കാം. സോ ഇത്തരത്തിൽ പുറമേ നിന്നുണ്ടാകുന്ന ഒരു ആക്ഷൻ ഒരു വ്യക്തി ആ ആക്ഷനെതിരെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ അത് പ്രകടിപ്പിക്കുന്ന ഒരു ഘടകമാണ്. സോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും ചേർന്നിട്ടാണ് നമ്മൾ ബയോളജിക്കലായിട്ടും നമ്മൾ ആർജിച്ചെടുത്തതുമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെല്ലാം ചേർത്ത് നമ്മൾ വിളിക്കുന്നതാണ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇപ്പോൾ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ ഒരുപാട് കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ജനറ്റിക്കൽ, പാരമ്പര്യമായിട്ട് ആ വ്യക്തിക്ക് കിട്ടിയ സ്വഭാവ സവിശേഷതകൾ. മറ്റത് എൻവയോൺമെന്റൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സിലൂടെ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്നും നമ്മൾ ലേൺ ചെയ്ത് സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെ നമ്മൾ ആർജിച്ചെടുക്കുന്നു എന്നുള്ളത്. ഇതൊക്കെ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ സ്വഭാവം അല്ലെങ്കിൽ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആ വ്യക്തിത്വം ഫോം ചെയ്യുന്നത് ഒരുപാട് ഘടകങ്ങളെ ആസ്പദമാക്കിയിട്ടായിരിക്കും ആ വ്യക്തിത്വം ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് നമ്മൾ പറഞ്ഞു ഹെറിഡിറ്ററി അല്ലെങ്കിൽ പാരമ്പര്യം, ജനിതകപരമായിട്ട് കിട്ടുന്ന, അതിൽ മാറ്റം വരുത്താൻ നമുക്ക് കഴിയില്ല. രണ്ടാമത്തത് എൻവയോൺമെന്റ്, ആ വ്യക്തി ഏത് സാഹചര്യത്തിൽ വളരുന്നു എന്നുള്ളത്. എൻവയോൺമെന്റ് പരിസ്ഥിതി, ആ വ്യക്തി വളരുന്ന പരിസ്ഥിതിയുടെ പ്രത്യേകതകൾ. അതുപോലെ തന്നെ മൂന്നാമത്തെ ആണ് ഫാമിലി, ഏത് ഫാമിലി, എങ്ങനെ ഫാമിലിയെ കുറിച്ചും ഫാമിലിയുടെ സപ്പോർട്ട്, കെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒരുപാട് ആ പേഴ്സണാലിറ്റിയെ ബാധിക്കുന്നു. അതുപോലെ സൊസൈറ്റി, ഏത് സൊസൈറ്റിയിലാണോ ആ വ്യക്തി വളരുന്നത് ആ സൊസൈറ്റി ഒരുപാട് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. അല്ലെ പേഴ്സണാലിറ്റിക്ക് ഒരുപാട് അതിന്റെ ഡെവലപ്മെന്റിന് വളരെ പ്രധാനപ്പെട്ട പങ്ക് സൊസൈറ്റി വഹിക്കുന്നുണ്ട്. സോ അടുത്ത സിറ്റുവേഷണൽ, സാഹചര്യങ്ങൾ, പല സാഹചര്യങ്ങളിൽ വരുന്ന മാറ്റങ്ങളും പേഴ്സണാലിറ്റിയെ ബാധിക്കുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഈ പോയിന്റുകളാണ് ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി എന്നാണ് നമ്മൾ പറയുക. അപ്പൊ ഓരോന്നിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.